ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ വീഡിയോയിൽ നാളത്തെ ഇക്വിറ്റി മാർക്കറ്റിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഗെയിൻ ചെയ്തുകൊണ്ടാണ്. അത് ബാങ്കിങ് സെക്ടർ, അതുപോലെ ഫിനാൻഷ്യൽ സെക്ടർ, FMCGയിലൊക്കെ നല്ല സെല്ലിംഗ് കണ്ടു. ഒരു ബിയറിഷ് ഡാർക്ക് ക്ലൗഡ് ആണ് ഫോം ആയിരിക്കുന്നത്. സെൻസസ് 97 പോയിന്റ്സ് കറക്റ്റായി 38,756 ക്ലോസ് ആയി. നിഫ്റ്റി 24 പോയിന്റ്സ് കുറഞ്ഞ് 11,440 ക്ലോസ് ആയിരിക്കുന്നു. ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 2.6% ഗെയിൻ ചെയ്തു. അതുപോലെ സ്മോൾ ക്യാപ്പ് 5.4% ഗെയിൻ ചെയ്തിരിക്കുന്നു. നിഫ്റ്റിയുടെ കീ സപ്പോർട്ട് ലെവൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് 11,359 ഫോളോഡ് ബൈ 11,278. കീ റെസിസ്റ്റൻസ് ലെവൽ 11,544 ഫോളോഡ് ബൈ 11,649. ബാങ്ക് നിഫ്റ്റി ഹയർ ആയിട്ടാണ് ഒരു ഫോളിന് ശേഷം കറക്റ്റ് ആയത്. 378.65 ക്ലോസ് ആയത് 21,101. Key support level 21,833 followed by 21,566. Key resistance level 22,562 and 23,024. Call options data നോക്കാം. Maximum call open interest 11,500 strike price ആണ്, followed by 12,000 and 11,600. Call writing 11,600 followed by 11,800. Call unwinding witness ചെയ്തിരിക്കുന്നത് 11,400 followed by 11,300 strike price. Put options data നോക്കാം. Maximum put open interest 11,000 strike price ആണ്, followed by 11,300 and 11,200. Put writing witness ചെയ്തത് 11,200 followed by 11,500 ആണ്. Put unwinding 11,000 followed by 11,300. ഹൈ ഡെലിവറി പെർസെൻറ്റേജ് തരുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. HDFC, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, മൈൻട്രി, കോൽപാൾ, LT, പെട്രോനോട്ട്, ഹാവൽസ്, നെസ്ലെ ഇന്ത്യ, അൾട്രാടെക് സിമെന്റ്, ITC തുടങ്ങിയ സ്റ്റോക്കുകൾ. ലോങ് ബിൽഡപ്പിൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇൻഡിഗോ, എസ്കോട്ട്സ്, മൈൻട്രി, വോൾട്ടാസ്, അപ്പോളോ ഹോസ്പിറ്റൽ, ടെക് മഹീന്ദ്ര, HCL ടെക്നോളജി, MFSL, ഇൻഫി, അമര രാജാബാദ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ലോങ് അൺവൈൻഡിംഗിൽ ഫോക്കസ് ചെയ്യേണ്ടത് കോൽപാൽ, കാനറ ബാങ്ക്, ടൊറന്റ് ഫാർമ, RBL ബാങ്ക്, അംബുജ സിമന്റ്, റിലയൻസ്, ബന്ധൻ ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ. ഷോർട്ട് ബിൽഡപ്പിൽ ഫോക്കസ് ചെയ്യേണ്ടത് UBL, ഭാരതി എയർടെൽ, ബജാജ് ഫൈനാൻസ്, ബോഷ് ലിമിറ്റഡ്, ബ്രിട്ടാനിയ, SBIN, പവർ ഗ്രിഡ്, ഹിൻഡാൽകോ, HDFC തുടങ്ങിയ സ്റ്റോക്കുകൾ. ഷോർട്ട് കവറിംഗിൽ ഫോക്കസ് ചെയ്യേണ്ടത് അപ്പോളോ ടയർ, MGL, ബാൽക്രിസിൻ ഇന്ത്യ, IGL, BEL, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ടാറ്റ പവർ, സൺ TV തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ബൾക്ക് ഡീൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നെക്സ്റ്റ് നോക്കാം. ADF ഫുഡ്, BASF, അതുപോലെ BSEയിൽ ഗ്രീൻ പ്ലൈ ഇൻഡസ്ട്രി, ഓസ്വാൾ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, സാറ്റിൻ ക്രെഡിറ്റ് വെയർ നെറ്റ്വർക്ക്, സുമയ്യ ലൈഫ് സ്റ്റൈൽ, ടാറ്റ LC തുടങ്ങിയ സ്റ്റോക്കുകളിൽ ബൈസെൽ ട്രാൻസാക്ഷൻസ് നടന്നിരിക്കുന്നു. നാളെ ഏർണിംഗ്സ് അല്ലെങ്കിൽ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വേദാന്ത, സ്പൈസ് ജെറ്റ്, മാക്സ് ഇന്ത്യ, അലങ്കിത്, അൽകാർഗോ ലോജിസ്റ്റിക്സ്, ARSS ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്, DB റിയാലിറ്റി, ഫ്യൂച്ചർ എന്റർപ്രൈസസ്, ഗാമോൺ ഇന്ത്യ, ITD സിമന്റേഷൻ ഇന്ത്യ, ജെയിൻ ഇറിഗേഷൻ സിസ്റ്റം, കല്യാണി ഫോർജ്, ലിബർട്ടി ഷൂസ്, മൻപസന്ദ് ബിവറേജസ്, MEP ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പർ, MTNL, നാഷണൽ ഫെർട്ടിലൈസേഴ്സ്, ഓംകാർ സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, പ്രോക്ടർ ആൻഡ് ഗാംബിൾ ഹെൽത്ത്, പവർ മെക് പ്രോജക്ട്സ്, റോൾട്ട ഇന്ത്യ, RPP ഇൻഫ്രാ പ്രോജക്ട്സ്, ടെക്സ്മോ പൈപ്സ് ആൻഡ് പ്രോഡക്ട്സ്, സി മീഡിയ കോർപ്പറേഷൻ. ഏകദേശം ഒരു 600 കമ്പനീസ് ആണ് നാളെ മാത്രം റിസൾട്ട് അനൗൺസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി സ്റ്റോക്ക് ബേസ്ഡ് ആയിട്ടുള്ള ന്യൂസുകൾ നോക്കാം. സെൻസർ ടെക്നോളജി ബ്ലോക്ക് ചെയിൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒമാക്സെ ക്വാർട്ടർലി റിസൾട്ട് നോക്കാം. ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്, 63.9 crores. റവന്യൂ rupees
50.7 crore ഡ്രോപ്പ് ആയി. ലാസ്റ്റ് ഇയർ 353 crores ഉണ്ടായിരുന്നു. ദെൻ മിർസ ഇന്റർനാഷണൽ ക്വാർട്ടർലി ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. റവന്യൂ 83.1 crores, ലാസ്റ്റ് ഇയർ 308 crores ഉണ്ടായിരുന്നു. റിപ്രോ ഇന്ത്യ ക്വാർട്ടർലി ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. പ്രോഫിറ്റ് 6.9 crores ആണ്, ലാസ്റ്റ് ഇയർ കാട്ടി കുറഞ്ഞിരിക്കുന്നു. റവന്യൂ അതുപോലെ 20.3 crores, ലാസ്റ്റ് ഇയർ 107 crores ആയിരുന്നു. മുഞ്ചാൽ ഓട്ടോ ഇൻഡസ്ട്രീസ് ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. 11.30 crores, റവന്യൂ 212.7 crores, ലാസ്റ്റ് ഇയർ 301 crores ഉണ്ടായിരുന്നു. സ്രായ് ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് റിപ്പോർട്ടഡ് ഒരു പ്രോഫിറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്, പക്ഷെ റവന്യൂ ലാസ്റ്റ് ഇയറിനെ കാട്ടി കുറഞ്ഞിട്ടുണ്ട്. ഹുഡ്കോ പ്രോഫിറ്റ് ആണ് 203.4 crores, ദെൻ റവന്യൂ ലാസ്റ്റ് ഇയറിനെ കാട്ടി കുറഞ്ഞു, 1773.9 crores. FIIDA ഡേറ്റ നോക്കാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ബോട്ട് ഷെയർസ് ₹298 ആൻഡ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് സോൾഡ് 120.35. ദെൻ NSE ബാൻ ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് നോക്കാം. 8 സ്റ്റോക്കുകളാണ് ബാൻ ആയത്. അതായത് അദാനി എന്റർപ്രൈസസ്, ബാങ്ക് ഓഫ് ബറോഡ, BHEL, കാനറ ബാങ്ക്, എസ്കോട്ട്സ്, ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫൈനാൻസ്, ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ, വേദാന്ത. ഈ 8 സ്റ്റോക്കുകളാണ് നാളെ F&Oയിൽ ബാൻ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മൾ നാളത്തെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ അറിയേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. കമന്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. 2 സെഗ്മെന്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.